ജർമ്മൻ കാർ കമ്പനിയായ വോക്സ് വാഗൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഓഡി. ഈ ഓഡി 2007 നമ്മുടെ ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ ഏറ്റവും കൂടുതൽ സെയിൽസ് ഉള്ള ഒരു വേരിയൻ്റാണ് ഓഡി A4. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് 2017 മോഡലായ ഓഡി A4 35 TDI ആണ്. അതായത് ഡീസൽ എൻജിനിൽ അത്രയധികം ഫീച്ചേഴ്സും ഫ്യൂൽ എഫിഷ്യൻസിയും പെർഫോമൻസൊക്കെ കാഴ്ചവെക്കാനായിട്ട് ഇന്ത്യൻ നിരത്തുകളിൽ അടിപൊളിയായിട്ട് ഇന്ന് വരെയും സക്സസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വേരിയൻ്റാണ് ഓഡി A4. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു റിവ്യൂയിലേക്ക് പോവാം. പഴയ A4 നിന്നും വളരെയധികം വ്യത്യസ്തമായിട്ട് വന്ന ഈ ഒരു A4 ഒരു 2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ് ഇതിന് തന്നിട്ടുള്ളത്. എന്നാലും ഭയങ്കര പവറാണ്. പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും എന്താ പറയണ്ടത്, ഒരു രക്ഷയില്ല വണ്ടി. ഞാൻ ഇത് പേഴ്സണലി നല്ല ഉപയോഗിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു വണ്ടി കൂടെയാണ് A4. ഫ്രണ്ട് വ്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഭയങ്കര വ്യത്യാസമാണ്. ഭയങ്കര രസമാണ് ഈ ഒരു 2017 ശേഷം വന്ന A4 വ്യത്യാസങ്ങൾ. നല്ല രസമാണ്. അതായത് ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഗ്രില്ലിൻ്റെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിൽ ടോട്ടലി ഭയങ്കര ഡിഫറൻസ് ആണ്. ഒരു ഓഡി TTൻ്റെ എന്തൊക്കെയോ ഒരു ടച്ച് ഈ സൈഡ് പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഫീൽ ആവുന്നുണ്ട്. ബാക്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് 35 TDIൻ്റെ ഒരു ബാഡ്ജ് കാണാൻ പറ്റും. പിന്നെ സൈലൻസർ ഡുവലായിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഡോറ്. ഇവിടെ വിൻഡോൻ്റെ സ്വിച്ചസ് ആണ് വരുന്നത്. ഇത് മിററിൻ്റെ സ്വിച്ചസും, പിന്നെ ഇവിടെയാണ് അൺലോക്കും ലോക്കിൻ്റെയും ബട്ടൺ വരുന്നത്. പിന്നെ ഇവിടെയാണ് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഒക്കെ സ്വിച്ചസ് വരുന്നത്. പിന്നെ ക്രൂയിസ് കൺട്രോളിൻ്റെ ലിവർ ഇവിടെയാണ് വരുന്നത്. ഇതാണ് പാഡ് ഷിഫ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ഒക്കെ പിന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒക്കെ സ്വിച്ചസുകളാണ്. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം, ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. ഫുള്ളി ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്. ഓഡി Q7 പോലെ വരുന്നൊരു ഡിസ്പ്ലേ ആണ്. കംപ്ലീറ്റ് ഡിജിറ്റൽ ആയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നമുക്കിതിൽ കാണാൻ കഴിയും. എന്ത് സെറ്റിങ്സ് വേണമെന്നുണ്ടെങ്കിലും നമ്മളെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ പോലെ തന്നെ നമുക്ക് അവിടെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീല്. സംഭവം നൈസല്ലേ. ഇതിനെ ഓഡി പറയുന്നത് ഒരു വിർച്വൽ കോക്ക്പിറ്റ് എന്നാണ്. സംഭവം കോക്ക്പിറ്റിനായിട്ട് ചെറുതായിട്ട് രൂപ സാദൃശ്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ Q7 ഇൻറ്റീരിയറിനായിട്ട് വളരെയധികം രൂപ സാദൃശ്യമുണ്ട്. പിന്നെ സൺറൂഫ് വരുന്നുണ്ട്. പിന്നെ ഒരു ഫെദർ ടച്ചാണ് ഇവിടെ വരുന്ന ബൾബിൻ്റെ ഒക്കെ. നോർമൽ ഒരു ചെറിയ സൺറൂഫാണ് ഇതിന് വരുന്നത്. എല്ലാ വണ്ടിയിലും വരുന്ന പോലെ തന്നെ. പനോരമിക് ഒന്നല്ല. സീറ്റൊക്കെ ഭയങ്കര ക്വാളിറ്റിയുള്ള ലെതർ സീറ്റുകളാണ് കേട്ടോ. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ ബാക്കിലേക്കും AC വെൻ്റ് ഉണ്ട്. ബാക്കിൽ അത്യാവശ്യം നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. രണ്ടുപേർക്ക് സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. നല്ല ലെഗ് റൂമും ഉണ്ട്, നല്ല ഹെഡ് റൂമും ഉണ്ട്. ഈ വണ്ടിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഞാൻ ഓടിച്ച് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തൊരു, അതായത് അത്രയും ഈ ഒരു സെഗ്മെൻറ്റിൽ ഓടിച്ച് അത്രയും ഫീൽ ആയിട്ടുള്ളൊരു വണ്ടി വേറെ ഇല്ല. ഓഡി A4 അതായത് ഡീസൽ എൻജിനാണ്. അത് പ്രത്യേകം നോക്കണം. ഡീസൽ എൻജിനിൽ പെട്രോൾ എൻജിൻ്റെ പെർഫോമൻസ് അത്രയും പെർഫോമൻസ് കിട്ടുന്നൊരു വണ്ടി ഞാൻ ഓടിച്ചതിൽ വേറെ ഇല്ല എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യും. നമ്മൾ A4 ഡ്രൈവിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ ഡീസൽ എൻജിനിൽ ഇത്രയും പെർഫോമൻസ് ഉള്ള വണ്ടി, അതായത് ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു പ്രൈസിൽ ഇത്രയും ഫ്യൂൽ എഫിഷ്യൻസിയും പിന്നെ ഇത്രയും പെർഫോമൻസ് ഉള്ളൊരു ഡ്രൈവൻ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓടിനെ കഴിഞ്ഞിട്ട് ഇനി വേറെ ഒന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം ഞാൻ പല വണ്ടികളും ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഏറ്റവും
കംഫർട്ടായിട്ടും അതേപോലെ അത്രയും അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റിയൊരു കാറ് ഇത് തന്നെയാണ്. അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഒരു Q7ൻ്റെ ഒരു ടച്ചാണ്. അതായത് അത്രയും ലക്ഷറിയസ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് ഈ A4 അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ Q7 വരുന്ന അതേ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഇതിലും വരുന്നത്. നാവിഗേഷൻ നല്ല അടിപൊളി ഗ്രാഫിക്സ്, എന്ത് രസമാണ് കാണാൻ. അതേപോലെ എല്ലാ ഫീച്ചേഴ്സും, ഈ വണ്ടീൻ്റെ അകത്തുള്ള എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും കംപ്ലീറ്റ് നമുക്ക് ഈ ഒരു ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു സെൻട്രൽ കൺസോൾ കണ്ടില്ലേ, തികച്ചും A4ൻ്റെ പഴയ A4നായിട്ട് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഈ ഒരു ഗിയർ നോബ് കണ്ടില്ലേ, ഭയങ്കര രസമാണ്. ഒരു ഭയങ്കര ലക്ഷറി ടച്ചാണ് ഈ ഒരു A4 2017 മോഡലിന് അവർ കൊടുത്തിട്ടുള്ളത്. ഡീസൽ കുറച്ച് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും ഡീസൽ ഇറങ്ങിയ ടൈമിൽ വണ്ടിയുടെ പെർഫോമൻസ് കുറയുന്നില്ല. പക്ഷേ ഒരിക്കലുമല്ല, പെർഫോമൻസ് കൂടുകയാണ്, അത്രയും കൂടുകയാണ് ചെയ്തിട്ടില്ല. കുറച്ച് പവർ കുറച്ച്, എന്നാലും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. നല്ല മൈലേജ് ഉണ്ട്, 16-17 കിലോമീറ്റർ മൈലേജ് നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. പേഴ്സണലി അത്യാവശ്യം ഈ വണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു 1,28,000 അങ്ങനെ എന്തോ കിലോമീറ്റർ ഇത് ക്ലോക്ക് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും വണ്ടി ഒരു രക്ഷയില്ല, പക്കയാണ്. ഇത്രയും ഡ്രൈവ് ചെയ്തിട്ടും വണ്ടിയുടെ കാര്യത്തിൽ ഒരു ഡ്രോബാക്ക് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ Audi A4ൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു, ബൈ.